കൂലി മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഒന്നൊന്നര പടം തന്നെയാണ്. എൻ്റെ മക്കളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തൂക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് പിന്നെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന ഡയറക്ടറുടെ സിനിമയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് തൂക്കും എന്നുള്ളതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, തൂക്കിയിരിക്കുക തന്നെയാണ്. അതിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ് സൗബിൻ്റെ ആ വേഷം തന്നെയാണ്. അതായത് സൗബിൻ ഇനി അവർ അറിഞ്ഞു കൊടുത്തതാണോ എന്നറിയില്ല, സൗബിൻ ശരിക്ക് നിറഞ്ഞ് ആടിയിട്ടുണ്ട് ശരിക്ക് സൗബിൻ അവിടെ. അതായത് എനിക്ക് തോന്നുന്നത് ഈ തമിഴനും കന്നഡയും അതുപോലെ തന്നെ തെലുങ്കും ഇതെല്ലാം കൂടി ഹിന്ദിക്കാർ വരെ ഞെട്ടിയ ഒരു വില്ലൻ തന്നെയായിരിക്കും സൗബിൻ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു പാൻ ഇന്ത്യൻ സിനിമ തന്നെയാണ്. രജനീകാന്തിന് പുറമെ കന്നഡയിൽ നിന്നും സൂപ്പർ സ്റ്റാർ ഉപേന്ദ്രയുണ്ട്, അതുപോലെ ഹിന്ദിയിൽ നിന്നും അമീർ ഖാൻ ഉണ്ട്, നാഗാർജുന തെലുങ്കിൽ നിന്നുമുണ്ട്, പിന്നെ മലയാളത്തിൽ നിന്നും സൗബിനെയും പിന്നെ നമ്മുടെ ബാബുരാജിനെ നീ അവിടെ പോയി നിന്നോടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത ഒരു റോളും കൂടിയുണ്ട്. 2 പ്രാവശ്യം ബാബുരാജ് ഇങ്ങനെ തല്ലു വാങ്ങിക്കാനായിട്ട് വരുന്നുണ്ട്. വേറെ ഒന്നിനും അല്ല, ഒരിക്കൽ എന്നെ തല്ലു ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. 2ാമത്തെ പ്രാവശ്യം തന്നെ എന്നെ കൊല്ലു എന്ന് പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ 2 ഇതിലാണ് ബാബുരാജ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ബാബുരാജ് വേണ്ടായിരുന്നു, ആ ഒരു വേഷത്തിന് ബാബുരാജ് വരണ്ടായിരുന്നു. കാരണം ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം ബാബു ആന്റണി ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മുടെ വിജയ് സിനിമയിൽ ഇതുപോലെ നാറ്റിച്ചു വിട്ടിട്ടുണ്ട്. ഒരു ഡയലോഗ് പോലും കൊടുക്കാതെ എന്തോ ഒരു ചെറിയൊരിത്, ഇതിൽ ഡയലോഗ് പോലും ഇല്ല. എന്നാൽ ബാബുരാജിനോട് ഞാൻ സ്റ്റീഫനാണ് എന്നെങ്കിലും പറയാനുള്ള ഒരു ഡയലോഗ് കൊടുത്തിരുന്നെങ്കിൽ നല്ല ഗുണമായിരുന്നു. പക്ഷേ ബാബുരാജ് വിചാരിച്ചു ലോകേഷ് കനകരാജിന്റെ സിനിമയല്ലേ, ഏതായാലും ഇത് തന്നെ ഒരു ഭാഗ്യമാണെന്ന് കരുതിയിട്ടായിരിക്കും പോയിട്ടുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ബാബുരാജിനും അതിൻ്റെ അകത്ത് ചെറിയൊരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മളെ സൗബിൻ എന്ന് പറയുന്നത് ഒരു വേറെ ലെവലായിട്ട് മാറി എന്നുള്ളതാണ്. അവിടെ ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജയിലർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മലയാളികളെ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ തമിഴന്മാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് തമിഴിലുള്ള ഓരോ ആൾക്കാരും മലയാളികളുടെ പ്രകടനത്തെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സൗബിനെ പോലെ, അതുപോലെ സുരാജ് വെഞ്ഞാറമൂറിനെ പോലെയുള്ള, പിന്നെ കലാവമണി, നമുക്ക് എല്ലാവർക്കും അറിയാം മുന്നേ എന്ന് പറഞ്ഞാൽ കലാവമണി ഇവിടെയെല്ലാം നമ്മുടെ നല്ല രീതിയിൽ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പോയിട്ട് കൊടൂരമായിട്ടുള്ളൊരു വില്ലൻ വേഷം ചെയ്യുന്നത്. വിനായകനാണെങ്കിൽ ഇവിടെ ചെറിയ വേഷവും കാര്യങ്ങളും പിന്നെ അല്ലിപ്പൊളിയും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് വർമ്മൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നത്. ആ വർമ്മൻ ഇപ്പോഴും നേരെ വന്നിട്ടില്ല. ഇപ്പോഴും വിനായകന്റെ ഉള്ളിൽ ആ വർമ്മൻ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും വിനായകൻ ആ വർമ്മനെയും കൊണ്ട് നടക്കുന്നത്. യഥാർത്ഥ വിനായകനെ എപ്പോഴാണ് നമുക്ക് തിരിച്ചു കിട്ടുക എന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോൾ സൗബിനിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗബിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വില്ലനായിട്ടും നായകനായിട്ടും കൊമേഡിയനായിട്ടും ഏത് വേഷവും കൈകാര്യം ചെയ്യാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതായത് വലിയ മസിലോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്, അല്ലെങ്കിൽ വലിയ ശരീരമോ കാര്യങ്ങളോ ഒന്നുമല്ല വേണ്ടത്. ഒരാളെ ഭയപ്പെടുത്തണമെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ മാനറിസങ്ങൾ അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ലോകേഷ് മനസ്സിലാക്കിയിട്ട് കൊടുത്ത ഒരു വേഷം തന്നെയാണ് സൗബിന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രജനി സാറ് പിന്നെ പഴയ പോലെ തന്നെയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് കാര്യങ്ങളൊക്കെ പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം ഫെയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ലാന്നേ പറയാൻ കഴിയുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ ബിസിനസ് എന്നേ നടന്നു കഴിഞ്ഞു. ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്നേ പിന്നെ റെഡിയാണ്. അവർക്ക് പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടിയായിരിക്കും. അവരെത്ര പൈസ മുടക്കിയിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടിയൊക്കെ ചിലപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും. കാരണം ഇത്രയും ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. ഏതായാലും നമ്മുടെ മലയാളത്തിലേക്ക് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതുപോലെ പരിഗണിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് നടന്മാർ ഇതിൻ്റെ അകത്തേക്ക് വരാനുണ്ട് ാണ്. പിന്നെ ഈ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാ ലോകേഷിന്റെ പടം പോലെയും തീയും വെടിയും മടിയും ഇടിയും പുകയും തന്നെയാണ് ഉള്ളത്. എങ്കിലും ഇതിൻ്റെ അകത്ത് ചെറിയൊരു എലിമെന്റ് ഉണ്ട്. അതായത് മകളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ മകളെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന അച്ഛനും പിന്നെ എന്ന് പറഞ്ഞാൽ ശ്രുതി ഹാസൻ എന്ന് പറയുന്ന നടി. പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സിനിമയിലും ഒരേപോലെ തന്നെയാണ്. ഈ സിനിമയിലും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതായത് ശ്രുതി ഹാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ വലിയ എന്താ പറയേണ്ടത് ഒരു റോളൊന്നും അല്ലെങ്കിലും ഈ സിനിമയിൽ ഒരു സാധാരണ ഇതിൽ കൂടുതൽ ഉഷാറാക്കിയിരിക്കുന്നത് ഈ സൗബിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച, അതായത് നാഗാർജുനന്റെ മകന്റെ കാമുകിയായിട്ടും സൗബിന്റെ ഭാര്യയായിട്ടും അഭിനയിച്ച ഒരു നടിയുണ്ട്. ആ നടിയുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ അവർ അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം അവർ ആ ഒരു ഫൈറ്റ് രംഗമുണ്ട്. ആ ഫൈറ്റ് രംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നു അപ്രതീക്ഷിതമായിട്ട്. അതായത് ഒരിക്കലും അവരെങ്ങനെ ചെയ്യുന്നു നമുക്കറിയില്ല. അതേപോലെയുള്ള ഒരു ഫൈറ്റ് അത് അടിപൊളിയാണ്. അത് കഴിഞ്ഞിട്ടുണ്ട് ഡയലോഗും കൂടി ഉണ്ട്. അതായത് എന്നെ പിടിച്ചു വെച്ച് കഴിഞ്ഞാലും എനിക്കെന്താ രക്ഷപ്പെടാൻ അറിയില്ലടാ എന്ന് സൗബിനോട് ചോദിക്കുന്ന ഒരു
ചോദ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് ശ്രുതിഹാസനെക്കാട്ടിയും സ്കോർ ചെയ്തത് ആ ലേഡി തന്നെയാണ്, ആ നടി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റുള്ളവരുടെ ഉപേന്ദ്ര നമുക്കറിയാം കന്നഡയിലെ സൂപ്പർ സ്റ്റാർ ആണ്. കന്നഡയിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു നടൻ തന്നെയാണ് ഉപേന്ദ്ര. അതുപോലെ തന്നെയാണ് നമ്മളെ നാഗാർജുനയും ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ഞെട്ടിച്ചതാണ്. തെലുങ്ക് പ്രേക്ഷകർക്ക് വളരെ ഇഷ്ടമുള്ള, അല്ലെങ്കിൽ തെലുങ്കിലും തമിഴിലും കന്നഡയിലും മലയാളത്തിലൊക്കെ ഒരുപാട് ആരാധകരുള്ള ഒരു ആള് തന്നെയാണ് നാഗാർജുന. അമീർ ഖാനെ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയാനില്ല. അമീർ ഖാൻ അവസാനത്തെ ചെറിയൊരു സീനിൽ മാത്രമേ ഉള്ളൂ എങ്കിലും ഇനി അങ്ങോട്ട് അടുത്ത പടങ്ങൾ വരുമ്പോൾ അമീർ ഖാനായിരിക്കും ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരിക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയായാലും ഇതിൻ്റെ ബാക്കിയും തുടർച്ചയായിട്ടുണ്ടാകും. ലോകേഷിൻ്റെ സിനിമയാണല്ലോ, അപ്പം അങ്ങനെയാണല്ലോ വരിക. ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സിനിമയിൽ നടന്നിരിക്കുന്നത്. ആർക്കും പൈസ മുതലായോ ചെയ്യും, മുതലായിട്ടുണ്ട്. കാരണം നല്ലൊരു തിയേറ്ററിൽ തന്നെ ഇത് പോയിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അതായത് OTT-യിലൊന്നും വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകേഷിൻ്റെ സിനിമയൊന്നും OTT-യിലൊന്നും കാണാൻ കഴിയില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ ആ എക്സ്പീരിയൻസ് തന്നെ കാണണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തിയേറ്ററുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടുകയാണ്. അതാണ് ആ പടത്തിൻ്റെ ക്വാളിറ്റിയും പിന്നെ അതിൻ്റെ ഡയറക്ടറും പിന്നെ അതിൻ്റെ ആ ഒരു മ്യൂസിക് സ്കോറും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ലോകേഷിൻ്റെ സിനിമയിൽ എല്ലാ സിനിമയിലും എന്ന് പറഞ്ഞാൽ ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലല്ല, അതിൻ്റെ അപ്പുറത്തുള്ള ലെവലിലുണ്ടെങ്കിൽ അവിടെ വരെ പോകും എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജയിലറിനെ പോലെ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിട്ടില്ല, അതൊരിക്കലും ആകത്തൂല. ലോകേഷിൻ്റെത് വേറൊരു യൂണിവേഴ്സാണ്, അതുപോലെ തന്നെ മറ്റുള്ളവരുടേത് മറ്റുള്ള യൂണിവേഴ്സാണ്, അതുപോലെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രജനീകാന്തിൻ്റെ സിനിമയ്ക്കപ്പുറം ഒരു സൗബിൻ്റെ സിനിമ കാണാനാണ് ഞാൻ പോയിരിക്കുന്നത്. ഇനിയും ഞാൻ ഒരു പ്രാവശ്യം കൂടി കാണുന്നുണ്ടെങ്കിൽ സൗബിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് സൗബിനാണ് അതിൻ്റെ അകത്ത് സ്കോർ ചെയ്തിരിക്കുന്നത്, സൗബിൻ മാത്രമാണ്. സൗബിൻ്റെ ഒരു അഴിഞ്ഞാട്ടം എന്നൊക്കെ പറയുന്നില്ല, അത് തന്നെയാണ് അവിടെ നടന്നത്. ഞാൻ ആദ്യം വിചാരിച്ച സൗബിൻ ആ ഒരു ചെറിയ ഇതിൽ മാത്രമേ ഉള്ളൂ എന്നാണ്, പക്ഷെ അതല്ല. അത് കഴിഞ്ഞിട്ടും സൗബിൻ തന്നെയാണ് പടത്തെ കൊണ്ടുപോകുന്നത്, പടത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതും പിന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു ട്രെയിനിൻ്റെ അകത്തുള്ള ഫൈറ്റ് സീനുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു നടന് അത് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ്. കാരണം സൗബിൻ്റെ ആ ഒരു പ്രത്യേകതയുണ്ട്, ചില പ്രത്യേകതകൾ സൗബിനുണ്ട്. സൗബിൻ ചില ആക്ഷനുകൾ കാണിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മളെ ഇതുപോലെ ഒരു സിനിമ കണ്ടിരുന്നു, നമ്മളെ ഷൈൻ നിഗോ ഒക്കെയുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു, നമ്മളെ ദിലീഷ് പോത്തൻ നിർമ്മിച്ച. അതിൽ ഒറ്റ ഒരു സീനുണ്ട്, ആ ഒരു സീനിൽ മാത്രമുള്ള ഒരു ഇത് മതിയായിരുന്നു സൗബിൻ്റെ ആ ഒരു നടൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ പറ്റി പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ കഴിയുന്ന നാൾ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ ആ ഒരു സുഖം കിട്ടത്തുള്ളൂ നമുക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള മലയാളം നടന്മാർ ഇനിയും വരട്ടെ. അതായത് പോയി ഒരുപാട് കോമഡി ചെയ്യുന്ന നടന്മാരെയൊക്കെ നമ്മുടെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ട് വില്ലൻ വേഷം ചെയ്യിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സൗബിൻ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും നോട്ടമിട്ട് വെച്ചിട്ടുണ്ടാകും. സൗബിനെ മാത്രമല്ല ഇവിടെ നമ്മളെല്ലാം ചിരി പടർത്തുന്ന വേഷങ്ങൾ ചെയ്യുന്ന, ഇതിനു മുന്നേ എല്ലാവരും ഒരുപാട് ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ പുതുതലമുറയിൽപ്പെട്ട കുറച്ച് നടന്മാർ, അതായത് നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച മിമിക്രിയിൽ നിന്നും വന്ന് അങ്ങനെയുള്ള നടന്മാരൊക്കെ തമിഴ്നാട്ടിൽ പോയിട്ട് ഇതുപോലെ വില്ലൻ വേഷങ്ങൾ ചെയ്യുമ്പോഴേ ഒരു വലിയ സന്തോഷം തന്നെയാണ്. എന്തൊക്കെയായാലും രജനി ആരാധകരെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് സൗബിൻ്റെ ആ ഒരു പ്രകടനം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.